Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറാമത്തെ ബ്ലോക്കിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് എഴുതാനും പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അധികം പറയുന്നില്ല, നേരെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വേരിയസ് മീനിങ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരിയസ് മീനിങ്സ്, അതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് അർത്ഥങ്ങൾ എന്താണ്, അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏതെല്ലാം കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, അതെന്തെല്ലാം തരങ്ങളുണ്ട്, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഡെവലപ്മെന്റ് ഈസ് എ കോംപ്ലെക്സ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ്. അതായത് ഈ ഡെവലപ്മെന്റ്, വികസനം അല്ലെങ്കിൽ പുരോഗതി എന്നുള്ളത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. പല തലങ്ങളുള്ള, പല അർത്ഥ തലങ്ങളുള്ള, പല മേഖലകളെ ടച്ച് ചെയ്യുന്ന ഒരു പദമാണ്, ഒരു കോൺസെപ്റ്റാണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റവും അതുപോലെ തന്നെ വളർച്ചയുമാണ്. ഗ്രോത്ത് അതുപോലെ തന്നെ ചേഞ്ച്. വെദർ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഓർ കമ്മ്യൂണിറ്റി ഓർ എ സൊസൈറ്റി ആസ് എ ഹോൾ. അതായത് ഒന്നുകിൽ അതെന്താവാം, ഒരു വ്യക്തിയുടെ ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ആവാം, അതുമല്ലെങ്കിൽ മൊത്തം ഒരു സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ മൊത്തത്തിലോ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെയോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഗ്രോത്തിനെയോ അല്ലെങ്കിൽ മാറ്റത്തെയോ, ആ ഒരു പ്രക്രിയ, അതിനെയാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ വേരിയസ് മീനിങ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്. ഡെവലപ്മെന്റിന്റെ വ്യത്യസ്ത തലങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത രീതികൾ എന്ന് പറയുമ്പോൾ അതിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സൊസൈറ്റിയുടെയോ കമ്മ്യൂണിറ്റിയുടെയോ ചേഞ്ച് അല്ലെങ്കിൽ ഗ്രോത്ത്, ഇതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, ഡെവലപ്മെന്റ്. ഇതിനെ സൂചിപ്പിക്കുന്ന, ഈ ഒരു പ്രോസസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഡെവലപ്മെന്റ്. അപ്പം ഇതിൽ ആദ്യത്തേത്, പലതരത്തിലും 3 തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. ഇക്കണോമിക് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, കൾച്ചറൽ ഉണ്ട്. ഒന്നാമത്തേത് ഇക്കണോമിക്. അപ്പം ഇക്കണോമിക് എന്താ നോക്കാം. ഇക്കണോമിക് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് എ കൺട്രി ഓർ region grows its economy and increases its overall wealth. അതായത് ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ വെൽത്ത്, മൊത്തം സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള ഒരു ഇൻക്രീസ്, ഒരു പുരോഗതിയെയോ സൂചിപ്പിക്കുന്ന പദമാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ് ബൈ വിച്ച് എ കൺട്രി ഓർ റീജിയൻ ഗ്രോസ് ഇറ്റ്സ് ഇക്കോണമി. ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ ഇക്കോണമി, സാമ്പത്തികതയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത്, അല്ലെങ്കിൽ ഇൻക്രീസസ് ഇറ്റ്സ് ഓവറോൾ വെൽത്ത്, മൊത്തത്തിലുള്ള വെൽത്ത്, എല്ലാ മേഖലയിലുമുള്ള സാമ്പത്തികമായിട്ടുള്ള വളർച്ച. ദിസ് ഇൻവോൾവ്സ്, ഇതിൽ ഉൾക്കൊള്ളുന്നത് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ്, ഇതിലൊരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ, ഇക്കണോമിക് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുടെ വളർച്ചയാണ്, എങ്ങനെയാണ് ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ എന്തെല്ലാം, എന്തിൻ്റെ എല്ലാം വളർച്ചയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേഷൻ ഓഫ് ന്യൂ ബിസിനസ്, പുതിയ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം,
ദ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്, അതായത് നിലവിലുള്ള വ്യവസായങ്ങൾ വിപുലീകരിക്കുക. ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനകത്തുള്ള റോഡ്സ്, ബ്രിഡ്ജസ്, പാലങ്ങൾ, എയർപോർട്ടുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിപുലീകരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു പുരോഗതി, അതാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് ഓഫൺ മെഷേർഡ്. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മളെങ്ങനെ നോക്കുക, എന്തുമാത്രം ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമ്മളെങ്ങനെ അളക്കുക? ഇത് മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് GDP ആണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ GDP നോക്കിയാണ് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് കണക്കാക്കുക. അതായത് ഒരു രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു രാജ്യത്തുണ്ടാക്കുന്ന മൊത്തത്തിലുള്ള സേവനങ്ങളും ചരക്കുകളെയും ഒന്നിച്ചു പറയുന്നതാണ് GDP. അപ്പൊ GDPയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് വിലയിരുത്തുക. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെയോ സൊസൈറ്റിയുടെയോ കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ ഇക്കണോമിക് അല്ലെങ്കിൽ ഓവറോൾ വെൽത്തിലുള്ള പുരോഗതി, ആ പുരോഗതിയാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വ്യത്യസ്തമായ ഫാക്ടേഴ്സും പറഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തേതിലേക്ക് വരികയാണ്, സോഷ്യൽ ഡെവലപ്മെന്റ്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞു വലിയൊരു യൂണിറ്റാണ്. സോഷ്യൽ ഡെവലപ്മെന്റ് നോക്കൂ, സോഷ്യൽ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഇംപ്രൂവിംഗ് ദ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഒരു രാജ്യത്തുള്ള വ്യക്തികളുടെയും കമ്മ്യൂണിറ്റീസിൻ്റെയും വെൽബീയിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ല രീതിയിലുള്ള ജീവിതാവസ്ഥ, ആ ജീവിതാവസ്ഥ മെച്ചപ്പെടുന്ന പ്രോസസ്, ആളുകളുടെ ജീവിത നിലവാരം. പ്രോസസ് refers to the process improving the well-being, that means life situation of individuals and communities. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരിക, ഇതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ദിസ് ഇൻക്ലൂഡ് എ റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക്, ഇതിലും മെച്ചപ്പെടുക എന്ന് പറയുമ്പോൾ ഇതിലും ഒരുപാട് ഫാക്ടേഴ്സിൽ പുരോഗതി ഉണ്ടാവണം. അതായത് എന്തൊക്കെ കാര്യങ്ങളിലാണ് പുരോഗതി വേണ്ടത്? ലൈക്ക് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ആളുകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം, ആക്സസ് ടു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ സർവീസസ്, ആളുകൾക്ക് വിദ്യാഭ്യാസത്തിനും ഹെൽത്ത് കെയർ ആരോഗ്യ സേവനത്തിനും സോഷ്യൽ സർവീസസ് സാമൂഹിക സേവനങ്ങൾക്കും സൗകര്യങ്ങൾ ലഭ്യമാവുക. ഇതാണ് വെൽബീയിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ഈസ് ഓഫൺ മെഷേർഡ്. എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സാമൂഹിക പുരോഗതി അളക്കുന്നത്? ഇൻ ടേംസ് ഓഫ് വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള സൂചനകളുണ്ട് ഇത് കാണിച്ചു തരുന്ന. ആ സൂചനകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നമ്മൾ കണക്കാക്കുക. സൂചനകൾ എന്ന് പറയുമ്പോൾ സച്ച് ആസ് ലിറ്റററി റേറ്റ്സ്, ലൈഫ് എക്സ്പെക്റ്റൻസി ആൻഡ് പോവർട്ടി ലെവൽസ്, ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അതായത് ഒരു രാജ്യത്തുള്ള ആളുകളുടെ വിദ്യാഭ്യാസം, സാക്ഷരത നിരക്ക്, ലിറ്റററി റേറ്റ്സ്, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആ രാജ്യത്തുള്ള ആളുകളുടെ അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ജീവിത ദൈർഘ്യം. കാരണം എത്ര ഒരു കാലം, ലൈഫ് സ്പാന് എത്ര വയസ്സ് വരെ, 60 വയസ്സ് വരെയാണോ 70 വയസ്സ് വരെയാണോ, എത്രയാണ് ലൈഫ് എക്സ്പെക്റ്റൻസി, എത്ര കാലം അവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അത് ആളുകൾക്ക് കിട്ടുന്ന ഹെൽത്ത് കെയറിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി റേറ്റ്, സാക്ഷരതാ നിരക്ക്, അവിടെ ആളുകൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ്. അതുപോലെ തന്നെ പോവർട്ടി ലെവൽസ്,
ദാരിദ്ര്യത്തിന്റെ നിരക്കുകൾ. ഇൻ ഓർഡർ ടു അച്ചീവ് സോഷ്യൽ ഡെവലപ്മെന്റ്, ഒരു രാജ്യത്തിന് സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹികമായിട്ടുള്ള വികസനം സാധ്യമാവണമെങ്കിൽ കൺട്രീസ് മസ്റ്റ് ഇൻവെസ്റ്റ്, നിർബന്ധമായിട്ടും രാജ്യങ്ങൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ആളുകള് രാജ്യം എന്ത് ചെയ്യണം? സോഷ്യൽ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ കൺട്രീസ് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് പണമായിട്ടും മറ്റു തരത്തിലും എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻ സോഷ്യൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ദാറ്റ് പ്രിയോറിറ്റൈസ് ദ നീഡ്സ് ഓഫ് ദെയർ സിറ്റിസൺസ്, ആ രാജ്യത്തുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അതായത് പ്രിയോറിറ്റൈസ്, ആളുകളുടെ ആവശ്യങ്ങളെ പ്രാഥമികമായിട്ട് പരിഗണിക്കാം. ആവശ്യങ്ങളെ പ്രാഥമികമായിട്ട് പരിഗണിക്കുന്ന സാമൂഹിക പ്രോഗ്രാമുകളും പോളിസീസും പദ്ധതികളും, അത്തരം പദ്ധതികളിൽ രാജ്യം ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ആളുകളുടെ ആരോഗ്യ സുരക്ഷ, ആളുകളുടെ വിദ്യാഭ്യാസ മേഖല, ഇത്തരം കാര്യങ്ങളിൽ രാജ്യം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി രാജ്യം കൂടുതൽ പണം മാറ്റിവെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ സോഷ്യൽ ഡെവലപ്മെന്റ് രാജ്യത്തിന് കൈവരിക്കാൻ പറ്റൂ. അടുത്തത് കൾച്ചറൽ ഡെവലപ്മെന്റാണ്, സാംസ്കാരികമായിട്ടുള്ള പുരോഗതി. ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? അതായത് ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റിന്റെ വ്യത്യസ്തമായുള്ള മീനിങ്സും ഇംപ്ലിക്കേഷൻസും ഇതെല്ലാം ചേരുന്നതാണ്. അതായത് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൾച്ചറൽ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് പ്രിസർവിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് എ കൺട്രീസ് കൾച്ചറൽ ഹെറിറ്റേജ്. ഒരു രാജ്യത്തിന്റെ ഹെറിറ്റേജ്, ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ആ രാജ്യത്തെ ആളുകള് സംരക്ഷിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ. ഇതാണ് കൾച്ചറൽ ഡെവലപ്മെന്റ്. പ്രോസസ് ഓഫ് പ്രിസർവിംഗ്, സംരക്ഷിക്കുക, ആൻഡ് പ്രൊമോട്ടിംഗ് എ കൺട്രീസ് കൾച്ചറൽ ഹെറിറ്റേജ്, ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം. എന്താണ് ഈ സാംസ്കാരിക പൈതൃകം എന്ന് പറഞ്ഞാൽ? ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ട്രഡിഷൻസ്, കസ്റ്റംസ് ആൻഡ് വാല്യൂസ്. ഒരു രാജ്യത്തെ മൂല്യങ്ങളും കസ്റ്റംസ്, ആചാരങ്ങളും ട്രഡിഷൻ, അവിടുത്തെ പരമ്പരാഗത രീതികളും ഇവ സംരക്ഷിച്ചു പോരുന്നതിനാണ് കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. കൾച്ചറൽ ഡെവലപ്മെന്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ, ഇതെങ്ങനെ നേടാൻ പറ്റും? കൾച്ചറൽ ഡെവലപ്മെന്റ്, സാംസ്കാരിക പുരോഗതി ഒരു രാജ്യത്തിന് കൈവരിക്കാം. എങ്ങനെ? ത്രൂ വെറൈറ്റി ഓഫ് മീൻസ്, അതിന് പല മാർഗങ്ങളുണ്ട്. സച്ച് ആസ്, ഒന്ന്, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മ്യൂസിയംസ്, മ്യൂസിയങ്ങൾ സ്ഥാപിക്കാം, അത് രാജ്യത്തിന്റെ സംസ്കാരത്തെ കാണിക്കും. അതുപോലെ തന്നെ കൾച്ചറൽ സെന്റേഴ്സ്, സാംസ്കാരിക കേന്ദ്രങ്ങൾ. അതുപോലെ ദ പ്രൊമോഷൻ ഓഫ് കൾച്ചറൽ ഇവന്റ്സ് ആൻഡ് ഫെസ്റ്റിവൽസ്, സാംസ്കാരികമായിട്ടുള്ള ഇവന്റ്സും അതുപോലെ ഫെസ്റ്റിവൽസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാം, അതൊക്കെ നടത്തുക, അതിനൊക്കെ ഫണ്ട് കൊടുക്കുക. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ സൈറ്റ്, സാംസ്കാരിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കുക. ആൻഡ് ആർട്ടിഫാക്ട്സ്, അതായത് സാമൂഹികമായിട്ടുള്ള രീതികൾ, അവയെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ തനിമയെ, കൾച്ചറിനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ കൾച്ചറിനെ കാണിക്കുന്ന, മനസ്സിലാക്കാവുന്ന സെന്ററുകളും രീതികളും പ്രൊമോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദാറ്റ്, ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക, ഇത് തിരിച്ചറിയുക എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് ദാറ്റ് ദീസ് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ആർ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റിന്റെ ഡയമെൻഷൻസ്, ഈ പറഞ്ഞത് പുരോഗതിയുടെ വ്യത്യസ്ത തലങ്ങളാണ്. അതായത് പുരോഗതി എന്ന് പറയുമ്പോൾ അത് ഇക്കണോമിക് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, കൾച്ചറൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഈ വ്യത്യസ്ത തലങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്തു മനസ്സിലാക്കി വെക്കണം? ആർ ഇന്റർ റിലേറ്റഡ്, ഇവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ആൻഡ് മ്യൂച്വലി റീഇൻഫോഴ്സിംഗ് ആണ്, ഇവ മ്യൂച്വലി റീഇൻഫോഴ്സിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മെച്ചപ്പെടുകയാണെങ്കിൽ ആനുപാതികമായിട്ട് ബാക്കിയുള്ളവയും മെച്ചപ്പെടും. അതാണ് മ്യൂച്വലി റീഇൻഫോഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു രാജ്യം ഇക്കണോമിക്കലി
ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സോഷ്യലി ആൻഡ് കൾച്ചറലി ആ രാജ്യം ഡെവലപ്പ് ചെയ്യും. കാരണം ഇത് മൂന്നും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുകയാണ് കേട്ടോ. കാരണം ഇനിയും പറയാനുള്ളത് കൊണ്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക് ഇതാണ്, വാട്ട് ആർ ഡെവലപ്മെന്റ് പാരാഡൈംസ് എക്സ്പ്ലെയിൻ. എന്താണ് ഡെവലപ്മെന്റ് പാരാഡൈംസ് എന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡെവലപ്മെന്റും അതിൻ്റെ ഇംപ്ലിക്കേഷൻസുമാണ്, അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ. എന്താണ് ഡെവലപ്മെന്റ്, എങ്ങനെയെല്ലാം ഡെവലപ്മെന്റ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അതിൻ്റെ പാരാഡൈംസ് ആണ്. പാരാഡൈംസ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാം. അതായത് എങ്ങനെ അത് അച്ചീവ് ചെയ്യാം, അത് അച്ചീവ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം, അതിനുള്ള തത്വങ്ങളും കാര്യങ്ങളും രീതികളും, അതെല്ലാമാണ് ഈ പാരാഡൈംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായില്ല, ഇനി നോക്കിക്കോളൂ. ഡെവലപ്മെന്റ് പാരാഡൈംസ് റെഫേഴ്സ് ടു ദി underlying assumptions, theories and frameworks that guide the process of socio-economic development in ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രക്രിയ, ആ പ്രക്രിയയെ ഗൈഡ് ചെയ്യുന്ന ഒരു രാജ്യം എങ്ങനെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൈവരിക്കാം, അതിനൊരു രാജ്യത്തെ ഗൈഡ് ചെയ്യുന്ന, സഹായിക്കുന്ന, അതുപോലെ തന്നെ ഗൈഡ് ചെയ്യുന്ന, നയിക്കുന്ന ഘടകങ്ങൾ, അസംഷൻസ്, അതായത് തത്വങ്ങള്, ഊഹങ്ങള്, തിയറീസ്, ഫ്രെയിംവർക്സ്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫ്രെയിംവർക്സുകൾ, ഇവയാണ് നമ്മൾ പാരാഡൈംസ് എന്ന് പറയുന്നത്. അതായത് ഇവ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി there are different ഡെവലപ്മെന്റ് പാരാഡൈംസ്. അതായത് ഈ ഡെവലപ്മെന്റ് പാരാഡൈംസ് ഉണ്ടല്ലോ, അത് പല തരത്തിലുണ്ട്. വിത്ത് their own goals, priorities and strategies for achieving sustainable and equitable development. അതായത് ഈ ഒരു പാരാഡൈംസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡെവലപ്മെന്റ് പാരാഡൈംസ് ഉണ്ട്, പലതരത്തിലുണ്ട്. അവയ്ക്കെല്ലാം അവയുടേതായിട്ടുള്ള ഗോൾസ്, അവയുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രിയോറിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, പ്രാധാന്യങ്ങളുണ്ട് എന്ത് സംബന്ധിച്ചിട്ട്. അതുപോലെ സ്ട്രാറ്റജീസും ഉണ്ട്, രീതികളുണ്ട്. അച്ചീവിങ് സസ്റ്റൈനബിൾ ആൻഡ് എക്വിറ്റബിൾ ഡെവലപ്മെന്റ്, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാ ആളുകളെയും എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന പുരോഗതി, ഡെവലപ്മെന്റ്. അതായത് എന്നെന്നും നിലനിൽക്കുന്ന എക്വിറ്റബിൾ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസും പ്രിയോറിറ്റീസും അതുപോലെ തന്നെ ഗോൾസും, ഇവയ്ക്കെല്ലാം ലക്ഷ്യങ്ങളും രീതികളും, എങ്ങനെ പുരോഗതി കൈവരിക്കാം, ഇത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും രീതികളും ഓരോ പാരാഡൈംസിനും ഉണ്ട്. ഇനി ദ 3 മേജർ ഡെവലപ്മെന്റ് പാരാഡൈംസ് ആർ, പ്രധാനപ്പെട്ട 3 പാരാഡൈംസ് ഏതൊക്കെയാ? പാരാഡൈംസിൽ ഒന്ന് മോഡേണൈസേഷൻ, അടുത്തത് ഡിപ്പെൻഡൻസി, അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് മൂന്നുമാണ്. അതായത് മോഡേണൈസേഷൻ, ഡിപ്പെൻഡൻസി, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും നോക്കാം. അപ്പൊ ഇതും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കാം, ഇതിൽ ഓരോന്നായിട്ടും ചോദിക്കാം, 5 മാർക്കിന്റെ പാരഗ്രാഫ് ആയിട്ടും ചോദിക്കാം. അപ്പൊ ഇത് മൂന്നും പാടൊന്ന് ഉൾക്കൊള്ളിച്ച് അതിന്റെ വേണ്ട രീതിയിൽ ഒരു പാരഗ്രാഫ് ആയിട്ട്, ഒരു പേജായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നോക്ക്, ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നാൽ മോഡേണൈസേഷൻ പാരാഡൈം എന്നുള്ളതാണ്. ഒന്ന്, മോഡേണൈസേഷൻ പാരാഡൈം. The modernization paradigm emerged in the post-World War II period. അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ആണ് എന്ത് ചെയ്യുന്നത്, ഈ പോസ്റ്റ് മോഡേണൈസേഷൻ പാരാഡൈം എന്ന് പറയുന്ന ആ ഒരു ഡെവലപ്മെന്റ് രീതി ഉയർന്നു വരുന്നത്. വിത്ത് ദ എയിം ഓഫ്, അതായത് ഈ ഒരു മോഡേണൈസേഷൻ പാരാഡൈം എന്നുള്ളതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഡെവലപ്പിംഗ് കൺട്രീസ് കാച്ചപ്പ് വിത്ത് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്.
അതായത് ലോകത്തിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്, വ്യവസായികമായിട്ട് പുരോഗതി പ്രാപിച്ച ഇംഗ്ലണ്ട്, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളോട് കാച്ചപ്പ്, അവരുടെ ഒപ്പം എത്താൻ വേണ്ടി ഡെവലപ്പിംഗ് കൺട്രീസ്, വളർന്നുകൊണ്ട് വരുന്ന രാജ്യങ്ങൾ, അത്തരം രാജ്യങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ദ മോഡേണൈസേഷൻ പാരാഡൈം എന്ന് പറയുന്ന വ്യവസ്ഥിതിക്ക് ഉള്ളത്. എക്കണോമിക് ഗ്രോത്ത് ആൻഡ് മോഡേണൈസേഷൻ ആർ കീസ് ടു ഡെവലപ്മെന്റ്. അതായത് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ അത്യാവശ്യമായ, കീ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇക്കണോമിക് ഗ്രോത്തും മോഡേണൈസേഷനും. ആധുനികതയ്ക്കനുസരിച്ച് മാറ്റം വരണം, സാമ്പത്തികത പുരോഗതിയും വേണം. ഇത് രണ്ടും ഡെവലപ്മെന്റിന്റെ കീ ആണ്. കാരണം ഇതുണ്ടെങ്കിലേ ഡെവലപ്മെന്റ് അങ്ങോട്ട് തുറന്നു കിട്ടൂ, സാധ്യമാവും. ദ മോഡേണൈസേഷൻ പാരാഡൈം എംഫസൈസ്ഡ്. എന്തിനാണ് മോഡേണൈസേഷൻ പാരാഡൈം ഊന്നൽ കൊടുക്കുന്നത്? ദ നീഡ് ഫോർ, ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ടു അഡോപ്റ്റ് വെസ്റ്റേൺ സ്റ്റൈൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ് ബേസ്ഡ് ഇക്കണോമിക് സിസ്റ്റംസ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ടു അച്ചീവ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. ഇതാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ പറയുന്നത് വളർന്നു വരുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, വെസ്റ്റേൺ സ്റ്റൈൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പാശ്ചാത്യ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ. അതുപോലെ തന്നെ മാർക്കറ്റ് ബേസ്ഡ് ഇക്കണോമിക് സിസ്റ്റം, ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ അതായത് വ്യാവസായികമായിട്ടുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ്. അതുപോലെ തന്നെ അവിടേക്കുള്ള മോഡേൺ ടെക്നോളജീസ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വളർന്നു കൊണ്ടുവരുന്ന രാജ്യങ്ങൾ അഡോപ്റ്റ് ചെയ്യണം, ഫോളോ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത്, വളരെ വേഗതയിലുള്ള സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി ഡെവലപ്പിംഗ് കൺട്രീസ്, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ രീതികളും ഇക്കണോമിക് സിസ്റ്റംസും മോഡേൺ ടെക്നോളജീസും എന്ത് ചെയ്യണം? അതെല്ലാം അവരുടെ രാജ്യത്ത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഫോളോ ചെയ്യണം. ഇതാണ് മോഡേണൈസേഷൻ. അതായത് ഡെവലപ്ഡ് കൺട്രീസിനെ നോക്കി പഠിക്കാം, എന്തൊക്കെയാണോ അവിടെ ഉള്ളത് അതൊക്കെ അതുപോലെ അനുകരിക്കാം. രണ്ടാമത്തേത് ദ ഡിപ്പെൻഡൻസി പാരാഡൈം. രണ്ടാമത്തേത് ഡിപ്പെൻഡൻസി പാരാഡൈം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ പറഞ്ഞു മനസ്സിലായല്ലോ, ആരാണോ ഡെവലപ്ഡ് ആയത് അവരെ കണ്ട് അതേപോലെ ചെയ്യാം. എന്നാൽ രണ്ടാമത്തതിന്റെ പേര് ഡിപ്പെൻഡൻസി പാരാഡൈം എന്നുള്ളതാണ്. എന്നാൽ ഈ ഡിപ്പെൻഡൻസി പാരാഡൈം എന്നുള്ള വ്യവസ്ഥിതി എമോജ്ഡ് ആസ് എ റെസ്പോൺസ്, ഒരു പ്രതികരണമായിട്ട് അല്ലെങ്കിൽ ഒരു എതിർപ്പായിട്ടാണ് ഉയർന്നു വരുന്നത്. ആർക്കുള്ള എതിർപ്പ്? എന്തിനോടുള്ള റെസ്പോൺസ്? ടു ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദി മോഡേണൈസേഷൻ പാരാഡൈം. ഈ മോഡേണൈസേഷൻ പാരാഡൈം എന്ന് നമ്മൾ ഇപ്പം കൂടി പറഞ്ഞില്ലേ, അവർ മറ്റുള്ളവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞില്ലേ, ആ വ്യവസ്ഥിതിയിലുള്ള പോരായ്മകൾ, ഷോർട്ട് കമ്മിങ്സ്, പോരായ്മകൾക്ക് എതിരുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇത് ഉയർന്നു വരുന്നത്. അതായത് മോഡേണൈസേഷന്റെ പോരായ്മയെ നികത്താനുള്ള അടുത്തൊരു സംരംഭമായിട്ടാണ് ഡിപ്പെൻഡൻസി പാരാഡൈം ഉയർന്നു വന്നത്. ഇറ്റ് ആർഗ്യൂസ് ദാറ്റ്, ഇവർ പറയുന്നത് എന്താ? ഡെവലപ്പിംഗ് കൺട്രീസ് ആർ സ്ട്രക്ചറലി ഡിപ്പെൻഡന്റ് ഓൺ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിനെ, ഡെവലപ്പ് ആയതിനെ എന്തു ചെയ്യുന്നു? ആശ്രയിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസ് ആർ സ്ട്രക്ചറലി ഡിപ്പെൻഡന്റ്. ഡെവലപ്പിംഗ് കൺട്രീസ് ആശ്രയിക്കാണ് ഡെവലപ്ഡ് കൺട്രീസിനെ. ആൻഡ് ദയർ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിലെ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവർ ആർഗ്യൂ ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിനെ ആശ്രയിക്കുന്നു. പിന്നെ പറയാണ് ദയർ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ ഷേപ്പ്ഡ്. ഈ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, അവിടുത്തെ
സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള അവിടുത്തെ സിസ്റ്റംസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? their economic and political systems are shaped. ഈ ഡെവലപ്ഡ് കൺട്രീസിലെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സിസ്റ്റംസ് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ജസ്റ്റ് ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിനെ ആശ്രയിക്കുന്നു. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇക്കണോമിക് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ ഉണ്ടാക്കിയെടുത്തത് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്, അതായത് ബാഹ്യമായ ശക്തികൾ. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇക്കണോമിക് സിസ്റ്റം ഇതിനൊക്കെ രൂപപ്പെടുത്തിയത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഡെവലപ്ഡ് കൺട്രീസിലേതാണ്, അങ്ങനെയല്ല. ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ ഷേപ്ഡ് ബൈ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ അയൽവാസിയുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. ആ രീതിയാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിനകത്തുള്ള പൊളിറ്റിക്കലി അതുപോലെ തന്നെ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ആരാ? ഡെവലപ്ഡ് കൺട്രീസ് ആണെന്നാണ് ഇവർ വാദിക്കുന്നത്. ഡിപ്പെൻഡൻസി പാരാഡൈം. എന്നിട്ട് ഇവരെന്താ പറയുന്നതെന്ന് അറിയോ? ഗ്ലോബൽ എക്കോണമി ഈസ് ക്യാരക്ടറൈസ്ഡ്. ഈ ആഗോള എക്കോണമി ഉണ്ടല്ലോ, സാമ്പത്തികത, അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ആൻ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് റിസോഴ്സസ് വിത്ത് ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ആഗോള സാമ്പത്തികത എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് അൺഈക്വൽ ആയിട്ടാണ് പവറും റിസോഴ്സസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടല്ലോ, അവര് പവറും അതുപോലെ തന്നെ റിസോഴ്സസിനെയും അൺഈക്വൽ, തുല്യമായിട്ടല്ല. ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ഇഷ്ടമനുസരിച്ച് അമേരിക്ക, ജപ്പാൻ, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങള് പവറും അതുപോലെ തന്നെ റിസോഴ്സസിനെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അൺഈക്വൽ ആയിട്ടാണ്, ഒരേപോലെയല്ല എന്നാണ് പറയുന്നത് ഗ്ലോബൽ എക്കോണമി. അതായത് മാത്രമല്ല, എക്സ്പ്ലോയിറ്റിംഗ് ദി റിസോഴ്സസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്സ്. ഈ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എക്കോണമി, സാമ്പത്തികത അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ റിസോഴ്സസ് ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഗ്ലോബൽ എക്കോണമി, ഒരു ആഗോള സാമ്പത്തികത എന്ന് പറയുന്നത് അവിടെ ഒരു നീതിയില്ല. ആഗോള സാമ്പത്തികത റിസോഴ്സസിനെ തുല്യമായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ റിസോഴ്സസിനെ ഡെവലപ്ഡ് കൺട്രീസിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്ഡ് കൺട്രീസിലെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള സിസ്റ്റം ഡെവലപ്പിംഗ് കൺട്രീസ് ഫോളോ ചെയ്യണ്ട എന്നാണ് ആര് പറയുന്നത്? ഡിപ്പെൻഡൻസി. അതായത് അവരെ ആശ്രയിക്കണ്ട എന്ന് പറയുന്നതാണ് ഡിപ്പെൻഡൻസി. അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡിനെ അല്ല ആശ്രയിക്കേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനെ ചൂഷണം ചെയ്യാണ്. കാരണം അവിടെ പ്രധാനമായിട്ടും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അൺഈക്വൽ ആയിട്ട്, തുല്യതയില്ലാതെ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ ഇഷ്ടം പോലെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ദ ഡിപ്പെൻഡൻസി പാരാഡൈം എംഫസൈസസ്. എന്താ ഈ ഡിപ്പെൻഡൻസി പാരാഡൈം? അതുകൊണ്ട് പ്രത്യേകമായിട്ട് എംഫസൈസ് ചെയ്തു പറയാണ്, അടിവരയിട്ട് പറയാണെന്ത്? ദ നീഡ് ഫോർ ഡെവലപ്പിംഗ്. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് എന്തു ചെയ്യണം? അതുകൊണ്ട് ദ നീഡ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ടു ചലഞ്ച് ദ എക്സിസ്റ്റിംഗ് ഗ്ലോബൽ എക്കോണമി. അതായത് ഈ ഗ്ലോബൽ എക്കോണമി ഉണ്ടല്ലോ, അതായത് ഈ ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്നത് ഡെവലപ്ഡ് നാഷൻസിന്റെ ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഓർഡറാണ്. ആ ഒരു ഗ്ലോബൽ ഇക്കണോമിക് ഓർഡറിനെ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ ചലഞ്ച് ചെയ്യണം, അതിനെ എതിർക്കണം, വെല്ലുവിളിക്കണം, അതിനോട് എന്ത് ചെയ്യണം? സമരം ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ആൻഡ് ടു ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ് സെൽഫ് റിലയൻറ്റ്
ഇക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യണം, മറ്റൊന്ന് ഒരു ആൾട്ടർനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഇക്കണോമിക് സിസ്റ്റം സെൽഫ് റിലയന്റ് ആയിട്ടുള്ള, സ്വയം പ്രാപ്തമായിട്ടുള്ള, ഗ്ലോബൽ എക്കോണമിയെ ആശ്രയിക്കാതെ ഡെവലപ്പിംഗ് നാഷൻസ് സെൽഫ് റിലയന്റ് ആയിട്ടുള്ള, അതായത് സ്വയം പ്രാപ്തിയുള്ള ഒരു പുതിയ ഇക്കണോമിക് സിസ്റ്റം ആൾട്ടർനേറ്റ് മറ്റൊന്ന് അതിന് ബദലായിട്ട് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ഡെവലപ്ഡ് കൺട്രീസ്, എന്നിട്ട് ഡെവലപ്ഡ് കൺട്രീസിനെ ആശ്രയിക്കരുത്. ഇതാണ് ആരുടെ അഭിപ്രായം? ഡിപ്പെൻഡൻസി പാരാഡൈം പറയുന്നത്. അതായത് നിലവിലെ ഡെവലപ്ഡ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ഡെവലപ്ഡ് ആവാൻ സാധ്യമല്ല. കാരണം ഡെവലപ്ഡ് കൺട്രീസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്നത് ഡെവലപ്ഡ് നാഷൻസിന് മാത്രമാണ് അതുകൊണ്ട് ഗുണമുള്ളത്. അപ്പൊ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് പുതിയ സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു എക്കോണമി സിസ്റ്റം ഫ്രെയിം ചെയ്യണം. എന്നിട്ട് ഗ്ലോബൽ എക്കോണമിയെ ചലഞ്ച് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. ഇനി മൂന്നാമത്തേത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം എന്നുള്ളതാണ്. മൂന്നാമത്തെ എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം എന്നുള്ളതാണ് മൂന്നാമത്തേത്. അതായത് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ, കേട്ടോ. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം എമർജ്ഡ് ഇൻ ദ 1980s. 1980കളിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം നിലവിൽ വരുന്നത്, എമർജ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണിത്? ഏത് സാഹചര്യത്തിലാണ് ഇത് എമർജ് ചെയ്തത്? ഇത് ഉയർന്നു വന്നത് ആസ് എ റെസ്പോൺസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു പ്രതികരണമായിട്ടാണ് വന്നത്. എന്തിനുള്ള പ്രതികരണമായിട്ടാണ് ഇത് വരുന്നത്? റെസ്പോൺസ് ടു ദി ഗ്രോയിങ് കൺസേൺസ്, ആസ് എ റെസ്പോൺസ് to the growing concerns about the negative social and environmental consequences of unchecked economic growth. അതായത് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാത്ത സാമ്പത്തിക വളർച്ച. അതായത് സാമ്പത്തിക വളർച്ചയ്ക്ക് എന്തും ചെയ്തിട്ട്, അതായത് അൺചെക്ഡ് ആയിട്ട്. അപ്പൊ അൺചെക്ഡ് ആയിട്ടുള്ള സാമ്പത്തിക വളർച്ച അതുമൂലം സൊസൈറ്റിക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റ്, സമൂഹത്തിനും പരിസ്ഥിതിക്കും ഉണ്ടാകുന്ന ഉത്കണ്ഠകൾ, പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലുള്ള സങ്കടങ്ങൾ, അവയെക്കുറിച്ചുള്ള ചിന്തകൾ, അതിൽ നിന്നും ഉടലെടുത്തതാണ് ഏത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം. അതായത് പുരോഗതി എന്നും പറഞ്ഞിട്ട്, ഓരോ രാജ്യങ്ങൾക്കും ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് സൊസൈറ്റിക്കും എൻവയോൺമെന്റിനും എന്തുണ്ടാക്കുന്നു? വളരെ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് ഉയർന്നു വന്നത് ആസ് എ റെസ്പോൺസ്, പ്രതികരണമായിട്ട്. എന്തിനുള്ള പ്രതികരണം? ടു ദ ഗ്രോയിങ് കൺസേൺസ്, വളർന്നു വരുന്ന ഉത്കണ്ഠ, വളർന്നു വരുന്ന പരാതികള്, സങ്കടങ്ങള്, പ്രയാസങ്ങള്. എന്ത് കണ്ടിട്ട്? നെഗറ്റീവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ് ഓഫ് അൺചെക്ഡ് ഇക്കണോമിക് ഗ്രോത്ത്. അൺചെക്ഡ് ഇക്കണോമിക് ഗ്രോത്ത്, യാതൊരു നിയന്ത്രണവുമില്ലാതെ ചെയ്തു വരുന്ന വളർച്ച, ഗ്രോത്ത്, ഇക്കണോമിക് ഗ്രോത്ത്, അതിൻ്റെ ഫലമായിട്ട് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ കോൺസിക്വൻസസ്. അതായത് അത് സൊസൈറ്റിയെയും അതുപോലെ തന്നെ എൻവയോൺമെന്റിനെയും ഉണ്ടാക്കുന്ന കോൺസിക്വൻസസ്, അനന്തര ഫലങ്ങൾ, ഇതിലുള്ള ഉത്കണ്ഠ. ആ ഉത്കണ്ഠയുടെ ഒരു റെസ്പോൺസ് ആണ് എന്ത്? സസ്റ്റൈനബിൾ. അതായത് നമുക്ക് വേണ്ടത് സുസ്ഥിര വികസനമാണ്, അല്ലാതെ സൊസൈറ്റിയെയും എൻവയോൺമെന്റിനെയും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയല്ല. ദിസ് പാരാഡൈം എംഫസൈസസ് ദ നീഡ്. ഈ പാരാഡൈം ഊന്നൽ കൊടുക്കുന്നത്, എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? ഫോർ ഡെവലപ്മെന്റ് ടു ബി എക്കണോമിക്കലി, സോഷ്യലി, എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ. അതായത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഇക്കണോമിക്കലി മാത്രം ഉണ്ടായാൽ പോരാ. അതായത് സാമ്പത്തികമായി മാത്രം പുരോഗതി ഉണ്ടായിട്ടുള്ളൊരു വളർച്ചയല്ല വേണ്ടത്. പകരം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം?
ഡെവലപ്മെന്റ് ടു ബി എക്കണോമിക്കലി, അത് ഇക്കണോമിക്കലി ആയിരിക്കണം, സോഷ്യലി ആയിരിക്കണം, സമൂഹത്തിനും വളർച്ച വേണം, എൻവയോൺമെന്റലി അതുപോലെ തന്നെ പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാടും എന്തായിരിക്കണം, സസ്റ്റൈനബിൾ. അതായത് നമ്മുടെ എൻവയോൺമെന്റ് എന്നും അതുപോലെ ഉണ്ടാവണം, സോഷ്യലി സമൂഹം അങ്ങനെ വേണം. അതോടൊപ്പം തന്നെ അതായത് നമ്മളെ എൻവയോൺമെന്റിനും സൊസൈറ്റിക്കും എല്ലാം പരിഗണന കൊടുത്തുകൊണ്ടുള്ളൊരു വളർച്ച. ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ മോർ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു ഡെവലപ്മെന്റ്. അതായത് ഇവർ പറയുന്നത് അതായത് ഡെവലപ്മെന്റിനോട്, അതായത് വികസനത്തോട് കുറച്ചുകൂടി ഒരു വിശാലമായ കാഴ്ചപ്പാട് വേണം. അതായത് പണം മാത്രമാവരുത്, നമ്മൾ വികസനത്തെ വിശാലമായ രീതിയിൽ കാണണം. അതായത് ടേക്സ് ഇൻ ടു അക്കൗണ്ട്, അതായത് പണം മാത്രം പരിഗണിച്ചാൽ പോരാ, പിന്നെയോ വിശാലമായ ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ ഒരു വികസനത്തെ നമ്മൾ വിശാലമായ കണ്ണിൽ കാണണം. ഹോളിസ്റ്റിക് അപ്രോച്ച്, വിശാലമായിട്ടൊരു സമീപനമായിരിക്കണം. അതായത് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിലൂടെ എൻവയോൺമെന്റിനും സൊസൈറ്റിക്കും ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, ആഘാതത്തെ കൂടി നമ്മൾ പരിഗണിക്കണം. അതായത് നമുക്ക് നമ്മുടെ സൊസൈറ്റിക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് വേണ്ട. നമുക്ക് സൊസൈറ്റിയെയും എൻവയോൺമെന്റിനെയും പരിഗണിക്കുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് മതി എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം പറയുന്നത്. ദിസ് അപ്രോച്ച് ആൾസോ എംഫസൈസസ്, ഈ അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നു, അടിവരയിട്ട് പറയുന്നു, ഊന്നി പറയുന്നു. എന്താ പറയുന്നത്? ദ നീഡ് ടു അഡ്രസ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ചലഞ്ചസ്. അതായത് കൃത്യമായിട്ട് ഇവർ അടിവരയിട്ട് പറയാണ്, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നേ വേണം. ഏത്? ഗ്ലോബൽ എൻവയോൺമെന്റൽ ചലഞ്ചസ്, ആഗോള പരിസ്ഥിതി വെല്ലുവിളികൾ. അതായത് നമ്മളുടെ ഈ ഒരു ഇക്കണോമിക് ഗ്രോത്തിന്റെ പേരിൽ നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ എൻവയോൺമെന്റൽ ചലഞ്ചസ്, അതായത് ആഗോള തലത്തിലുള്ള പരിസ്ഥിതി വെല്ലുവിളികൾ നമ്മൾ അധികം അഡ്രസ് ചെയ്യണം. അതിനെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ അഡ്രസ് ചെയ്യണം. ആ ഒരു പ്രശ്നത്തെ നമ്മൾ പരിഗണിക്കണം. ഏതുപോലെ ഈ ഗ്ലോബൽ എൻവയോൺമെന്റൽ ചലഞ്ച്, അതിനൊരു എക്സാമ്പിൾ ആണ് ഏത്? സച്ച് ആസ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ എങ്ങനെ ഉണ്ടായത്? നമ്മൾ ഇക്കണോമിക് ഗ്രോത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് സംഭവിച്ച എൻവയോൺമെന്റൽ ചലഞ്ചസ്, അതിനെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റൂ. എങ്ങനെ അഡ്രസ് ചെയ്യണം? ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ പോരാ. ത്രൂ കളക്റ്റീവ് ആക്ഷൻ ആൻഡ് കോപ്പറേഷൻ. കളക്റ്റീവ് ആക്ഷൻ, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള കോപ്പറേറ്റീവ്, അതായത് കോപ്പറേഷൻ, സഹകരണത്തോടു കൂടിയുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നമ്മളുടെ പരിസ്ഥിതിയെ, അറ്റ്മോസ്ഫിയറിനെ, എൻവയോൺമെന്റിനെ, സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ആണ് ആര് മുന്നോട്ട് വെക്കുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പാരാഡൈം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ 3 പാരാഡൈംസ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. 4ാമത്തെ ഒരു പാരാഡൈം നമ്മൾ സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിട്ട് പഠിക്കുകയാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ 4ാമത്തെ കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇനി മൊത്തം ഇതടക്കം ഒരു 3 ചോദ്യങ്ങളും കൂടി ആൻസർ ചെയ്യാണ്ട് കേട്ടോ. അതായത് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഗാന്ധിയൻ പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ്. അതായത് ഡെവലപ്മെന്റ് സംബന്ധിച്ച് ഗാന്ധിയുടെ കാഴ്ചപ്പാട്, ഗാന്ധിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, എന്താണ് ഗാന്ധിക്ക് പറയാനുള്ളത്? ദ ഗാന്ധിയൻ പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? is a socio-economic and political philosophy based on the principles and teachings of Mahatma Gandhi. ആരാ ഗാന്ധി? ഫാദർ ഓഫ് അവർ നാഷൻ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫിലോസഫിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യോ ഇക്കണോമിക് ചിന്തകളും ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു രീതിയാണ്, ഒരു ഡെവലപ്മെന്റ് രീതിയാണ്
ഗാന്ധിയൻ പാരാഡൈം. അപ്പൊ ഗാന്ധിയൻ പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ് ഈസ് എ സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫി ആണത്. എവിടുന്നാണ് അത് എടുത്തത്? ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ നിന്നും എടുത്തതാണ്. എന്താണ് ഗാന്ധി തന്റെ ആദർശങ്ങളിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്? അതിങ്ങോട്ട് ക്രോഡീകരിച്ചതാണ് എന്ത്? ദ ഗാന്ധിയൻ പാരാഡൈം കേട്ടോ. ഗാന്ധി ബിലീവ്ഡ് ദാറ്റ്, നമ്മുടെ ഗാന്ധി വിശ്വസിച്ചു, ഡെവലപ്മെന്റ് ഷുഡ് നോട്ട് ഓൺലി ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് സാമ്പത്തിക വളർച്ചയെ മാത്രം അടിസ്ഥാനമാക്കി നമുക്ക് ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. ബട്ട് എന്തുകൂടി പരിഗണിക്കണം? ഷുഡ് ആൾസോ ഫോക്കസ് ഓൺ സോഷ്യൽ, കൾച്ചറൽ, സ്പിരിച്വൽ പ്രോഗ്രസ്. അതായത് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, അതിൽ മറിച്ച് ആ രാജ്യത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ പുരോഗതി കൂടി അതിൽ നമ്മൾ പരിഗണിക്കണം എന്നാണ് ഗാന്ധിയുടെ അഭിപ്രായം. ദ ഗാന്ധിയൻ പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ് എംഫസൈസസ്, ഗാന്ധിയുടെ കാഴ്ചപ്പാട് പാരാഡൈം ഊന്നൽ കൊടുക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ്. ഗാന്ധി പ്രാധാന്യം കൊടുക്കുന്നത് സ്വയം പര്യാപ്തതയ്ക്കാണ്, സെൽഫ് റിലയൻസ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊല്യൂഷൻസ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, അതായത് സമൂഹങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ, ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. അതായത് വികസനം എന്ന് പറയുമ്പോൾ അത് എന്നും നിലനിൽക്കണം, അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊല്യൂഷൻസ്, സെൽഫ് റിലയൻറ്റ് എന്നിവയിൽ അടിസ്ഥിതമാണെന്ത്? ഗാന്ധിയുടെ ഡെവലപ്മെന്റ് സംബന്ധിച്ച കാഴ്ചപ്പാട്. It also emphasizes the importance of small scale industries. ഗാന്ധിയുടെ വ്യൂ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, ചെറുകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നു. കോട്ടേജ് ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചർ, അതായത് ഗാന്ധിയുടെ കാഴ്ചപ്പാട് അഗ്രികൾച്ചറിനും കുടിൽ വ്യവസായങ്ങൾക്ക്, കോട്ടേജ് ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളെയും ഗാന്ധി കാണുന്നത് ആസ് എ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ആൻഡ് റെഡ്യൂസിങ് പോവർട്ടി. അതായത് ഒരു രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു വഴിയായിട്ടാണ് ഗാന്ധി കൃഷിയെയും ചെറുകിട വ്യവസായത്തെയും കുടിൽ വ്യവസായങ്ങളെയും ഗാന്ധി കണ്ടത്. അപ്പൊ ഗാന്ധിയുടെ പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുടിൽ വ്യവസായങ്ങളെയും അഗ്രികൾച്ചറിനെയും ചെറുകിട വ്യവസായങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുരോഗതിയാണ്. ഗാന്ധിയൻ ഫിലോസഫി എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് ഇൻ ഡെവലപ്മെന്റ്. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ ആ രാജ്യത്തിന്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഗാന്ധി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു രാജ്യം വളരുമ്പോൾ ആ രാജ്യത്തിന്റെ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസും കൂടി എന്ത് ചെയ്യണം? അതോടൊപ്പം വളരണം, അല്ലാതെ ശുഷ്കിച്ചു പോവല്ല ചെയ്യേണ്ടത്. ആൻഡ് ദ നീഡ് ടു പ്രിയോറിറ്റൈസ് ഹ്യൂമൻ വെൽബീയിങ് ഓവർ മെറ്റീരിയൽ പ്രോഗ്രസ്, അടിവരയിടണം. അതായത് ഗാന്ധി പ്രാധാന്യം കൊടുത്തത് മെറ്റീരിയൽ പ്രോഗ്രസിനല്ല, അതായത് സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കല്ല, ആളുകളുടെ വെൽബീയിങ്, ആളുകളുടെ ജീവിത വ്യവസ്ഥിതിയിലുള്ള നല്ല ഒരു മാറ്റം, നല്ലൊരു അവസ്ഥ. ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ നോൺ വയലന്റ് ആൻഡ് പീസ്ഫുൾ മീൻസ് ടു അച്ചീവ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. അതായത് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള മാറ്റം സമാധാനവും അക്രമരഹിതവുമായിട്ടുള്ള മാർഗത്തിലൂടെ നേടണമെന്ന് ഗാന്ധി അടിവരയിടുന്നു. ദ ഗാന്ധിയൻ പാരാഡൈം ഓഫ് ഡെവലപ്മെന്റ് പ്രൊമോട്ട്സ്, ഗാന്ധിയുടെ ഡെവലപ്മെന്റ് പാരാഡൈം പ്രൊമോട്ട് ചെയ്യുന്നത് എ ഹോളിസ്റ്റിക് ആൻഡ് സസ്റ്റൈനബിൾ അപ്രോച്ച്, സുസ്ഥിരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ്. ടു
ഡെവലപ്മെന്റ് എന്തിനോട്? അപ്പൊ വികസനം എന്നുള്ളതിനെ വിശാലമായ രീതിയിലാണ് ഗാന്ധി കാണുന്നത്. അതായത് വികസനം എന്നുള്ളത് ഇക്കണോമിക് ഗ്രോത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് ദാറ്റ് വാല്യൂസ്, ആ ഒരു വികസനം വാല്യൂ ചെയ്യുന്നുണ്ട് ഡെവലപ്മെന്റ് എന്തിനൊക്കെ? സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ പ്രോഗ്രസ് അലോങ് വിത്ത് ഇക്കണോമിക് ഗ്രോത്ത്. അതായത് ഇക്കണോമിക് ഗ്രോത്തിന്റെ കൂടെ ആത്മീയവും സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങൾക്ക് കൂടി എന്ത് ചെയ്യണം? വളർച്ച ഉണ്ടാവണം. എന്നാൽ മാത്രമേ, അതല്ലാതെ സാമ്പത്തിക വളർച്ച മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ചോദ്യമാണ് സോഷ്യൽ ചേഞ്ച്. എന്താണ് ഈ സാമൂഹിക മാറ്റം എന്ന് വെച്ചാൽ? സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാട്ടോ. സോഷ്യൽ ചേഞ്ച് റെഫേഴ്സ് ടു ദി ട്രാൻസ്ഫോർമേഷൻ. സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ്, അതായത് മാറ്റമാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിഹേവിയേഴ്സ്, റിലേഷൻഷിപ്സ് ഓവർ ടൈം. സമയമെടുത്ത് കാലത്തിനനുസരിച്ച് ആളുകളുടെ ബന്ധങ്ങളിലും ആളുകളുടെ ബിഹേവിയറിലും അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം. ഈ മാറ്റമാണ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള രീതികൾ, നമുക്ക് സാമൂഹികമായിട്ടുള്ള ആചാരങ്ങളെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിവാഹം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരുപാട് ചേഞ്ച് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? മാരേജ്. മാരേജ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ? എത്രത്തോളം അതിൽ മാറ്റം വന്നു. ഇന്ന് വിവാഹം തന്നെ വേണ്ട അല്ലെ, വേണ്ടവർക്കെല്ലാം തോന്നിയ പോലെ ജീവിക്കാം എന്നിടത്തോളം അതിനെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പരിഷ്കരിച്ചു കൊണ്ടുവന്നു ഇത്തരത്തില്. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സംശയമില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഏത്? വിവാഹം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആളുകളുടെ പെരുമാറ്റം, ആളുകളുടെ ബന്ധങ്ങൾ, ഇവയിലെല്ലാം വന്ന മാറ്റത്തെയാണ് സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സോഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്നാണല്ലോ, മനുഷ്യരാണല്ലോ സോഷ്യൽ ആയിട്ടുള്ളത്. മനുഷ്യനെയാണ് നമ്മൾ സോഷ്യൽ ആനിമൽ എന്ന് പറയുന്നത്. നോക്കൂ, ഇറ്റ് എൻകംപാസസ് ബോത്ത് ഇന്റൻഷണൽ ആൻഡ് അൺഇൻറ്റൻഷണൽ ചേഞ്ചസ്. അതായത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ? ബോത്ത് ഇന്റൻഷണൽ ആൻഡ് അൺഇൻറ്റൻഷണൽ ചേഞ്ചസ്. ഇന്റൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവമായി വരുന്ന മാറ്റങ്ങൾ, കരുതിക്കൂട്ടി വരുന്ന മാറ്റങ്ങളും അറിയാതെ വരുന്ന, കാലത്തിനൊത്ത് അറിയാതെ ആളുകൾ മാറിപ്പോകുന്നത്, അതാണ് അൺഇൻറ്റൻഷണൽ. എന്നാൽ അറിഞ്ഞു മാറുക, കരുതിക്കൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇന്റൻഷണൽ. നോക്കൂ, വിച്ച് ക്യാൻ ഒക്കർ ത്രൂ എ വെറൈറ്റി ഓഫ് മെക്കാനിസംസ്. അതായത് ഈ മാറ്റങ്ങൾ ആളുകളിൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ, അത് ഇന്റൻഷണൽ ആയിക്കോട്ടെ അൺഇൻറ്റൻഷണൽ ആയിക്കോട്ടെ, ഏത് മാറ്റമാണെങ്കിലും ആ മാറ്റം സൊസൈറ്റിയിൽ സംഭവിക്കുന്നത് പല തരത്തിലുള്ള രീതികളിലൂടെയാണ്. വെറൈറ്റി ഓഫ് മെക്കാനിസംസ് ഇൻക്ലൂഡിങ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, സാങ്കേതികമായിട്ടുള്ള മികവ് ആളുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തികമായിട്ട് ഒരാൾക്ക് നല്ല ജോലിയും ഒരുപാട് കാശൊക്കെ വരുമ്പോൾ അറിയാതെ ആളുകൾ മാറിപ്പോവും. കൾച്ചറൽ ഷിഫ്റ്റ്, അതായത് സാംസ്കാരികമായിട്ടുള്ള മാറ്റം, അതായത് നമ്മളെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക്, ഒരു രാജ്യത്ത് നിന്നും ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക്, ഇത്തരത്തിൽ കൾച്ചറൽ ഷിഫ്റ്റ് വരുമ്പോൾ ആ ഒരു ആളുകൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മാറ്റം വരാം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അപ്ഹീവൽസ്, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള വിപ്ലവങ്ങൾ വരുമ്പോൾ കേട്ടോ, പൊളിറ്റിക്കൽ അപ്ഹീവൽസ്, രാഷ്ട്രീയപരമായിട്ടുള്ള വിപ്ലവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയുടെ മാറ്റത്തിന് കാരണമാകുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് സെൻട്രൽ ടു മെനി ഫീൽഡ്സ്. അതായത് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് പല മേഖലകളിലുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? ഇൻക്ലൂഡിങ് സോഷ്യോളജി, ആന്ത്രോപോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്. ഇതിലൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം സോഷ്യൽ ചേഞ്ച് എന്ന വിഷയം പരിഗണിക്കുന്നുണ്ട്.
സോഷ്യൽ ചേഞ്ച് ക്യാൻ ടേക്ക് മെനി ഫോംസ്. സോഷ്യൽ ചേഞ്ച് പല തരത്തിൽ വരുന്നു, പലതരത്തിലും. സോഷ്യൽ ചേഞ്ച് സൊസൈറ്റിയിൽ എങ്ങനെ നടക്കുന്നു? ഇവ ഞാൻ നേരത്തെ പറഞ്ഞത് സോഷ്യൽ ചേഞ്ച് സംഭവിക്കുന്ന ചില മെക്കാനിസംസ് ആണ്, അതിന് കാരണമാകുന്ന ചിലത്. ഇനി സോഷ്യൽ ചേഞ്ച് ഏതെല്ലാം തരത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് സ്ട്രക്ചറൽ ചേഞ്ചസ്, അതായത് ഒരു സൊസൈറ്റിയിൽ കാണുന്ന ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഘടനാപരമായിട്ടുള്ള മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞത് പണ്ടൊക്കെ വിവാഹത്തിന് എന്തുണ്ടായിരുന്നു, അതിൻ്റെതായ ഒരു രീതി ഉണ്ടായിരുന്നു, അല്ലേ? അപ്പൊ അതാണ് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഒന്ന്. രണ്ടാമത്തേത് ഷിഫ്റ്റ് ഇൻ കൾച്ചറൽ നോംസ്, അതായത് സാംസ്കാരികമായിട്ടുള്ള ആശയങ്ങളിലെ വ്യത്യാസം. രണ്ട്, കൾച്ചറൽ നോംസ് ആൻഡ് വാല്യൂസിൽ. മൂന്ന്, ചേഞ്ചസ് ഇൻ ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, മനുഷ്യന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള മാറ്റം. ഇങ്ങനെയാണ് സോഷ്യൽ ചേഞ്ച് നടക്കുന്നത്, ഈ മൂന്ന് തരത്തിൽ. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഓർഗനൈസേഷൻസിന്റെയും സ്ട്രക്ചറിൽ. അപ്പൊ ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ക്യാൻ ഒക്കർ ത്രൂ, ഇതെങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ ഒക്കർ ത്രൂ പൊളിറ്റിക്കൽ ഓർ ഇക്കണോമിക് റീഫോംസ് സച്ച് ആസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ലോസ്. അതായത് സ്ട്രക്ചറൽ ചേഞ്ചസ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, ഇവയിൽ മാറ്റം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് റീഫോംസ്, അതായത് രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ റീഫോംസ്, പരിഷ്കാരങ്ങൾ വരുമ്പോൾ. കാരണം ഏതെങ്കിലും തരത്തിൽ, അതായത് പരിഷ്കാരങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നിലവിലുള്ളത് മാറ്റും, പരിഷ്കാരങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ വിവാഹ രീതികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ മാറ്റും. അപ്പൊ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സച്ച് ആസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ലോസ്, പുതിയ നിയമങ്ങൾ, അല്ലെ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്, എല്ലാ ആളുകൾക്കും ഒരേ തരത്തിലുള്ള ആചാരം മതി. അത്തരത്തിലുള്ള ഒരു പുതിയ നിയമം വരുമ്പോൾ സ്ട്രക്ചർ, ഓർഗനൈസേഷൻസിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സ്ട്രക്ചറിൽ ചേഞ്ച് വരും, പുതിയ നിയമങ്ങൾ. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ. കാരണം അത് ഓർത്താൽ മതി, അല്ലെ? പുതിയ നിയമങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഒരു സിവിൽ കോഡ്, അല്ലെ? ഒരു പുതിയ എല്ലാവർക്കും വേണ്ടി ഒരു സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് മാറ്റം വരും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ മാറ്റം എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഇങ്ങനെയാണ് സംഭവിക്കുക. ഇനി രണ്ടാമത്തേത് കൾച്ചറൽ ഷിഫ്റ്റ് എങ്ങനെ വരിക, സംസ്കാരത്തിലും അതുപോലെ തന്നെ നോംസും വാല്യൂസും ഒക്കെ എങ്ങനെ മാറുക. കൾച്ചറൽ ഷിഫ്റ്റ് വരുന്നത് ക്യാൻ ഒക്കർ ത്രൂ ഡിസമിനേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ബിലീഫ്സ്, അതായത് പുതിയ ആശയങ്ങളും വിശ്വാസങ്ങളും സ്പ്രെഡ് ചെയ്യാം, പുതിയ ആശയങ്ങൾ വരിക. അതായത് ചില ആളുകൾ, ചില ചിന്തകന്മാർ പുതിയ ആശയം കൊണ്ടുവരും. അങ്ങനെ പുതിയത് വരുമ്പോൾ കൾച്ചറൽ ഷിഫ്റ്റ് വരും. മാത്രമല്ല ഓഫൺ ഫെസിലിറ്റേറ്റഡ് ബൈ മീഡിയ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങളെ, ഐഡിയാസിനെ പലപ്പോഴും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, അത് കൊണ്ടുവരുന്നത് മീഡിയ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ പുതിയ ആശയങ്ങളെ, പുതിയ ചിന്തകളെ കൊണ്ടുവരിക. ആ പുതിയ ചിന്തകൾ വരുമ്പോൾ അപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുതിയ ചിന്തകൾ വന്നതിന്റെ ഫലമായിട്ട്, അതായത് മുൻപ് നിലനിന്നിരുന്ന അയിത്തം പോലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വന്നില്ലേ. അപ്പൊ ഇത്തരത്തിൽ ചിന്തകന്മാർ, അല്ലെ, അയ്യൻകാളിയെ പോലുള്ള ആളുകൾ പുതിയ ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടുവന്നപ്പോൾ സമൂഹത്തിൽ മാറ്റം വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ടെക്നോളജിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ മീഡിയാസും പുതിയ ആശയങ്ങളെ, ബിലീഫ്സിനെ, ന്യൂ ഐഡിയാസിനെ, പുതിയ വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ, ഡിസിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രചരിപ്പിക്കാം,
അല്ലേ? EMSനെ പോലുള്ള ആളുകൾ, ഇത്തരം ആളുകൾ പുതിയ ആശയങ്ങളെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൾച്ചറൽ ചേഞ്ച് വരും, കൾച്ചറൽ ഷിഫ്റ്റ് വരും. അത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് ചേഞ്ചസ് ഇൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. മനുഷ്യന്മാരുടെ പെരുമാറ്റവും സ്വഭാവത്തിലും വരുന്ന മാറ്റം. അതെങ്ങനെയാണ് വരുന്നത്? ക്യാൻ ആൾസോ കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ചേഞ്ച്. സമൂഹം മാറുമ്പോഴാണ്. അപ്പൊ എന്താ പറയുന്നത്? ചേഞ്ചസ് ഇൻ ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ആൾസോ കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ചേഞ്ച്. അതായത് മനുഷ്യന്മാരുടെ സ്വഭാവവും പെരുമാറ്റവും മാറുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവം മാറുമ്പോൾ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും. നമ്മളെ വിഷയം സോഷ്യൽ ചേഞ്ച് ആണ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. മനുഷ്യൻ മാറുമ്പോൾ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും. ദീസ് ചേഞ്ചസ് ക്യാൻ ബി ഡ്രിവൺ. ഈ മാറ്റങ്ങളെ കൊണ്ടുവരുന്നത് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. പല ഘടകങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. ഇൻക്ലൂഡിങ് ചേഞ്ചസ് ഇൻ സോഷ്യൽ നോംസ്. സാമൂഹിക നിയമങ്ങള്, തത്വങ്ങള് മാറ്റം വരുമ്പോൾ, അതുപോലെ തന്നെ ഇക്കണോമിക് ഇൻസെന്റീവ്സ്, അതായത് സാമ്പത്തികമായിട്ട് പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോൾ ഇൻസെന്റീവ്, അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, സോഷ്യൽ ചേഞ്ച് ഹാസ്. അപ്പൊ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ നോംസിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നു. ഇനി സോഷ്യൽ ചേഞ്ച് എപ്പോഴും ഗുണകരമാവണമെന്നില്ല. അതാണ് പറയുന്നത് സോഷ്യൽ ചേഞ്ച് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഔട്ട്കംസ്. ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ റിസൾട്ട്. അതായത് സോഷ്യൽ ചേഞ്ചിന് പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫലങ്ങളുണ്ട്, ഔട്ട്കംസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കൂടി ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് നിർത്താം കേട്ടോ. ശ്രദ്ധിക്കാം. ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആർ. അതായത് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. കാരണം ഇത് രണ്ടാണ്. അതാണ് ആർ എന്ന് പറഞ്ഞത്. രണ്ടും പാടെ കൂടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല. ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആർ ടു ക്ലോസ്ലി റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കോൺസെപ്റ്റുകളാണ്. ദാറ്റ് ആർ ക്രൂഷ്യൽ ടു അച്ചീവിങ് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ്. അതായത് സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ള സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യുന്നതിന് വളരെ അനിവാര്യമായിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ്. ഒന്ന് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ, അടുത്തത് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. ഇനി എന്താണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ, ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻഫോർമേഷൻ, നോളേജ് ആൻഡ് മെസ്സേജസ് ടു ക്രിയേറ്റ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് സോഷ്യൽ ചേഞ്ചിനും ഡെവലപ്മെന്റും ഉണ്ടാക്കുന്നതിനു വേണ്ടി മെസ്സേജസ്, നോളേജ്, ഇൻഫോർമേഷൻ ഇവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്. അതായത് ഇൻഫോർമേഷൻ, നോളേജ്, മെസ്സേജ് ഇവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ സോഷ്യൽ ചേഞ്ചും ഡെവലപ്മെന്റും ഉണ്ടാക്കുക. സാധ്യമാണോ? സാധ്യമാണ്. ആളുകൾക്ക് അറിവ് പകർന്നു നൽകുക, ആളുകൾക്ക് ഇൻഫോർമേഷൻ നൽകുക, ആളുകൾക്ക് മെസ്സേജ് നൽകുക, ആളുകൾക്ക് നോളേജ് നൽകുക, അതിലൂടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് സോഷ്യൽ ചേഞ്ച് ഉണ്ടാകും. ഇനി നോക്കൂ, എന്താണ് സോഷ്യൽ ചേഞ്ച്? അടുത്ത സോഷ്യൽ ചേഞ്ച് ആണ്. സോഷ്യൽ ചേഞ്ച് റെഫേഴ്സ് ടു, സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വാല്യൂസ് ഓവർ ടൈം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് സമയത്തിനനുസരിച്ച്, സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓവർ ടൈം, സമയത്തിനനുസരിച്ച് വാല്യൂസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സോഷ്യൽ സ്ട്രക്ചേഴ്സിലും
സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ വാല്യൂസിൽ വരുന്ന മാറ്റമാണ് എന്ത്? സോഷ്യൽ ചേഞ്ച്. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ്. ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? എ റേഞ്ച് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് അപ്രോച്ചസ്. അതിൽ ഒരുപാട് ഏതാനും അപ്രോച്ചുകൾ, സമീപനങ്ങളും സ്ട്രാറ്റജീസ്, രീതികളും അതിൽ വരുന്നുണ്ട്. എന്തെല്ലാം അടങ്ങിയതാണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡിങ് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിറ്റി ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്വക്കസി അതായത് ശുപാർശകളുണ്ട്, ആൻഡ് ലോബിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗൂഢാലോചനകളും മറ്റും നടത്തിയിട്ട്, മീറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ട് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാം, മീഡിയ ക്യാമ്പയിൻസ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഇതെല്ലാം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ പരിധിയിൽ വരുന്നവയാണ്. ദീസ് അപ്രോച്ചസ്, ഈ രീതികൾ, ഇവയെല്ലാം എയിം ടു എൻഗേജ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഡെവലപ്മെന്റ് പ്രോസസ്. അതായത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്, ആ പ്രോസസ്സിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. എല്ലാ കമ്മ്യൂണിറ്റീസിനെയും, എല്ലാ ആളുകളെയും ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ അപ്രോച്ചസിന്റെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റം. സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ അതർ ഹാൻഡ്, മറുവശത്ത് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഫോക്കസസ് ഓൺ പ്രൊമോട്ടിംഗ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് സൊസൈറ്റിയുടെ മാറ്റമാണ്. സൊസൈറ്റി മാറണം. എങ്ങനെ? ത്രൂ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റർവെൻഷൻസ്. കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിലൂടെയും അതുപോലെ തന്നെ ഇന്റർവെൻഷൻസ്, സൊസൈറ്റിയിലുള്ള ഇടപെടലുകളിലൂടെയും. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെയും ഇടപെടലുകളിലൂടെയും സൊസൈറ്റിയുടെ ഒരു മാറ്റമാണ് സോഷ്യൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന 6ാമത്തെ യൂണിറ്റ് ബ്ലോക്കിൽ വരുന്ന ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് ഒരു ചാപ്റ്ററെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. പക്ഷേ ഈ ചാപ്റ്റർ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ എഴുതാൻ പറ്റും, ഉറപ്പാണ്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി കേൾക്കുക കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.